യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന്റെ 3 നിർദ്ദേശങ്ങൾ. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ 3 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. റഷ്യയുടെയും പാകിസ്ഥാൻ്റെയും നേതാക്കളുമായി യുദ്ധകാര്യങ്ങൾ ചർച്ച ചെയ്തുവെന്നും അതിനുശേഷമാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ലോകത്തിന് മുന്നിൽ 3 നിർദ്ദേശങ്ങൾ വയ്ക്കുന്നതെന്നും മസൂദ് പെഷസ്കിയാൻ വ്യക്തമാക്കി. ഒന്നാമത്തെ കണ്ടീഷൻ, ഇറാന് ആണവായുധങ്ങൾ നിർമ്മിക്കാനും ആണവ പരീക്ഷണങ്ങൾ നടത്താനുമുള്ള അനുവാദമുണ്ട്. അത് ഇറാൻ്റെ പരമാധികാരമാണ്. അന്താരാഷ്ട്ര ആണവ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര ആണവ പരീക്ഷണ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇറാൻ ആണവ പരീക്ഷണം തുടരും. അതിനെ തടുക്കാൻ അമേരിക്കയോ ഇസ്രായേലിനോ കഴിയില്ല. അത് അവർ തുടരുക തന്നെ ചെയ്യും. ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ആദ്യമായി ഇസ്രായേലും മറ്റ് രാജ്യങ്ങളും പ്രത്യേകിച്ച് അമേരിക്കയടക്കം അംഗീകരിക്കേണ്ട ഒന്നാമത്തെ കണ്ടീഷൻ, ആണവ പരീക്ഷണം നടത്താനും ആണവായുധങ്ങൾ നിർമ്മിക്കാനും ഇറാന് അനുവാദം ഉണ്ടാകണം. ഇറാൻ ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകും. ഇറാൻ എന്ന രാജ്യത്തിലെ ഊർജ പ്രതിസന്ധി പരിഹരിക്കാനും ഇറാൻ്റെ ഊർജ മേഖലയെ പുഷ്ടിപ്പെടുത്താനുമാണ് ഇറാൻ ആണവ പരീക്ഷണങ്ങളുമായി പോകുന്നത്. അല്ലാതെ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ പ്രയോഗിക്കാനല്ല ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത്. ഇതാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന, മസൂദ് പെഷസ്കിയാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ഈ ആക്രമണം, ഈ യുദ്ധം അനാവശ്യമായി ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ 12 ദിവസങ്ങളിലായി ഇറാൻ്റെ നിരവധി തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. ഇറാൻ്റെ ഊർജ പ്ലാന്റുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഊർജ മേഖലയിൽ പ്രതിസന്ധിയുണ്ട്. ഇറാൻ്റെ എണ്ണ വ്യാപാരത്തിന് സാരമായ നാശനഷ്ടങ്ങൾ ഈ ആക്രമണത്തിലൂടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 12 ദിവസങ്ങളിലായി ഇറാനിൽ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾക്കുള്ള വലിയ കോമ്പൻസേഷൻ, വലിയ പ്രതിഫലം, വലിയ സാമ്പത്തികമായ പാക്കേജ് ഇസ്രായേലും അമേരിക്കയും ഇറാന് നൽകണം. അതായത് ബില്യൺ കണക്കിന് കോടി രൂപ ഇറാന് നൽകിയാൽ ഇറാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറാമെന്ന് ഇറാൻ്റെ രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നു. മൂന്നാമത്തെ കണ്ടീഷൻ, ഇനിയും ഇറാനെ ആക്രമിക്കില്ല എന്നുള്ള ഉറപ്പ്. ഇനിയും ഈ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഇറാനിലേക്ക് ഒരാക്രമണങ്ങൾ പോലും ഉണ്ടാകില്ല എന്നും ഈ ആക്രമണത്തെ ഭയന്ന് ഇനി ഇറാന് ഭാവിയിൽ കഴിയേണ്ടി വരില്ല എന്നുമുള്ള ഉറപ്പ് ഈ രാജ്യങ്ങൾ മാത്രമല്ല UN അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ നൽകണമെന്നതാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന 3 കണ്ടീഷനുകൾ. ഈ 3 കണ്ടീഷനുകളും ഉടനടിയൊന്നും തന്നെ ഇസ്രായേലും അമേരിക്കയും അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പുതിയ വിവരങ്ങൾ. എന്തായാലും റഷ്യയുടെ അടക്കമുള്ള നേതാക്കന്മാരോട് ചർച്ച ചെയ്ത്, പാകിസ്ഥാൻ്റെ നേതാക്കന്മാരോട് ചർച്ച ചെയ്തിട്ടാണ് ഇത്തരമൊരു നിർദ്ദേശം പരസ്യമായി ലോകത്തിന് മുന്നിൽ വയ്ക്കുന്നത്. ഒരു ഷോക്കിംഗ് കണ്ടീഷൻ തന്നെയാണ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഇറാൻ എന്ന രാജ്യത്തിൻ്റെ പ്രസിഡന്റ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതേസമയം മറ്റു ചില നീക്കങ്ങൾ നടക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലേക്ക് കൂടുതൽ ആക്രമണത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. ഇറാൻ്റെ സുപ്രീം ലീഡറായി ചുമതലയേറ്റ ശേഷം മുസ്തഫ ഖമനേയി ആദ്യമായി ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരിക്കുന്നു. ഈ പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണം, ചരക്കു ഗതാഗതത്തിൻ്റെ നിയന്ത്രണം അത് തുടരുക തന്നെ ചെയ്യും. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വിതരണം അല്ലെങ്കിൽ എണ്ണയുടെ അതുവഴിയുള്ള കൈമാറ്റം അത് ഒരു തരത്തിലും ഇറാൻ അംഗീകരിക്കില്ല. യുദ്ധം അവസാനിക്കുന്നത് വരെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുക തന്നെ ചെയ്യും. ഏതെങ്കിലും രാജ്യത്തിൻ്റെ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകാൻ ശ്രമിച്ചാൽ ആ കപ്പലുകളെ ഇറാൻ ആക്രമിക്കുമെന്ന് ഇറാൻ്റെ സുപ്രീം ലീഡർ ഇതാ വ്യക്തമാക്കിയിരിക്കുന്നു. രാജ്യത്താദ്യമായി യുദ്ധം ആരംഭിച്ച ശേഷം പ്രത്യക്ഷപ്പെട്ട മുസ്തഫ ഖമനേയി വലിയ ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടുകയും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിൻ്റെ പോക്ക് പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുമെന്ന് ഇപ്പോൾ ഇതാ മുസ്തഫ ഖമനേയി പറഞ്ഞിരിക്കുന്നു. എന്തായാലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം മസൂദ് പെഷസ്കിയാൻ നൽകിയതിന് പിന്നാലെയാണ് അല്പസമയം മുമ്പ് ഇറാൻ്റെ സുപ്രീം ലീഡർ മുസ്തഫ ഖമനേയി ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും അതിരൂക്ഷമായ
വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരുന്നു മുസ്തഫ ഖമനേയിയുടെ പ്രസംഗം. ഇതുകൂടാതെ ഇറാൻ എന്ന രാജ്യത്തെ വേഗത്തിലൊന്നും ആക്രമിച്ച് തകർക്കാൻ കഴിയില്ല എന്നും ഇറാൻ തിരിച്ചടി തുടരുമെന്നുമാണ് ഇപ്പോൾ മുസ്തഫ ഖമനേയി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം അദ്ദേഹം പറയുന്നത് ഗൾഫ് മേഖലകളിലേക്കുള്ള ആക്രമണം, അതുപോലെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് ഗതാഗത വാഹനങ്ങൾ, ചരക്ക് ഗതാഗത കപ്പലുകളെ ആക്രമിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും ഇറാനുമായുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള വലിയ സമ്മർദ്ദതന്ത്രങ്ങളാണ് ഇപ്പോൾ ഇറാൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ ഉള്ള എണ്ണ ഗതാഗതത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിലൂടെ എണ്ണ വില ആഗോളതലത്തിൽ കുതിച്ചു കയറണമെന്നാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. മറ്റു ലോകരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനും ആ സമ്മർദ്ദത്തിലൂടെ ഐക്യരാഷ്ട്രസഭയടക്കം ഇടപെടുത്തിക്കൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തി യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള നീക്കമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. എത്രമാത്രം അത് വിജയിക്കുമെന്നുള്ളത് ഇനി കാത്തിരുന്നതിന് തന്നെ കാണണം. മുസ്തഫ ഖമനേയിയുടെ ആദ്യ പ്രസംഗം പുറത്തു വന്നിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ കപ്പലുകളെ പൂർണ്ണമായും ആക്രമിക്കുമെന്നും അതുവഴിയുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായും നിലയ്ക്ക് നിർത്തുമെന്നും അതുവഴി ആ ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നുമുള്ള വമ്പൻ ഭീഷണിയാണ് ഒരു ഭാഗത്ത് മുസ്തഫ ഖമനേയി നൽകുന്നതെങ്കിൽ മറുഭാഗത്ത് മസൂദ് പെസഷ്കിയാൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള 3 സുപ്രധാനമായ കണ്ടീഷനുകൾ ലോകത്തിന് മുന്നിൽ വച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഇസ്രായേലിനും അമേരിക്കയ്ക്ക് മുന്നിൽ വച്ചിരിക്കുന്നു.